സുധീഷ്, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കയറി വലിയൊരു ആക്രമണം നടത്തി. ഏതാണ്ട് 1000 മുകളിൽ ഇസ്രയേലികളെ കൊലപ്പെടുത്തി. അതിൽ വിദേശികളുണ്ടായിരുന്നു. കുറേ സ്ത്രീകളെയും ഒക്കെ ബന്ദികളാക്കി. കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെക്കുകയായിരുന്നു. അന്നത്തെ വീഡിയോകളൊക്കെ ഭയാനകമായ വീഡിയോകളായിരുന്നു. കിരാതമായിരുന്നു. അതെ, ഭയാനകമല്ല, കിരാതമായി. അതെ. അപ്പോൾ അങ്ങനെ അതിനുശേഷം 2 വർഷം കഴിഞ്ഞു. ഈ ഒക്ടോബർ 7 2 വർഷം പിന്നിട്ടു. ഇപ്പോൾ ഹമാസ് ഇസ്രയേൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കരാറ് ആയിരിക്കുകയാണ്. ബന്ദികളെ കൈമാറൽ, വെടിനിർത്തൽ, ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷം കേരളത്തിൽ നന്നായി പ്രതിഫലിച്ചിരുന്നു. ഓരോ സമയവും ഹമാസ് അനുകൂല പരിപാടികൾ, ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിക്കൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ ഹമാസ് അനുകൂലികൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത് ഹമാസിൻ്റെ വലിയൊരു വിജയമാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഹമാസ് പോരാടി നേടിയ വിജയം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? പ്രത്യക്ഷത്തിൽ ഹമാസ് അനുകൂല വിജയം തന്നെയല്ലേ. 250ഓളം ബന്ദികളെ കൊണ്ടുപോയതായിരുന്നു ഹമാസ്. അവരെവിടെയായിരുന്നു എന്ന് അറിയില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് പേരെ ഇടയ്ക്ക് ഒന്ന് വിട്ടുകിട്ടി. ഇപ്പോൾ 20 ബന്ദികളാണ് ജീവനോടെ കൈമാറിയിരിക്കുന്നത്. 28 മൃതശരീരങ്ങളും. ബാക്കി പ്രത്യേകിച്ച് വലിയ അനക്കമൊന്നുമില്ല. അതിന് പകരമായിട്ട് 2000 പലസ്തീനിയൻ പോരാളികളല്ലേ തിരിച്ചു കിട്ടുന്നത്, അവരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് പാലസ്തീനിന് അനുകൂലമായിട്ട് തന്നെയല്ലേ ശരിക്കും കരാർ. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പലസ്തീൻ ഓക്കുപ്പൈഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഡീമിലിറ്ററൈസ്ഡ് ആയിരിക്കണം, ടെറർ ഫ്രീ ആയിരിക്കണം. ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ടണലും ബാക്കിയുള്ള ബങ്കറുകളും പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ടാകാൻ പാടില്ല. 2, ഇതിന് അമേരിക്ക ഏതാണ്ട് $30 ബില്യൺ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചിലവാക്കും. ഇപ്പം അതൊരുമാതിരി ശവപ്പറമ്പ് പോലെ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ശവപ്പറമ്പായിട്ട് നിൽക്കുന്ന സിനാരിയോ ആണ്. അതിന് മുഴുവൻ റീകൺസ്ട്രക്ട് ചെയ്യണം. പൂന്തോട്ടമാക്കും, എസ്റ്റേറ്റ് പണിയും എന്നൊക്കെ, റിസോർട്ട് പണിയും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, പക്ഷേ റീകൺസ്ട്രക്ഷൻ വേണം. അമേരിക്ക ഏതാണ്ട് $30 ബില്യൺ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുമുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണൻസ്. പാലസ്തീനിയൻ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൂടെ വേണം ഇതിനെ ഗവേൺ ചെയ്യാനായിട്ടും. അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ബോഡികളുടെ ഇടപെടലുകളും ഉണ്ടാവും. അതാണ് ഇപ്പോൾ നടക്കുന്ന ഹമാസും PLOയും തമ്മിലുള്ള ലഹളയുടെ കാരണം. ആർക്ക് മേൽക്കൈ കിട്ടും? യുദ്ധം ചെയ്യാനായിട്ട് ഹമാസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പലസ്തീൻ അതോറിറ്റിയും ഇതിനെ യുദ്ധം ചെയ്തിട്ടില്ലേ, അവരും ആയുധം എടുത്താണല്ലോ. ഇപ്പം അതിൻ്റെ ലഹളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് ആയുധം കിട്ടും എന്ന് പറഞ്ഞാൽ. പണ്ട് PLO ഉണ്ടായിരുന്നപ്പോൾ അവരെ ഇതുപോലെ ആയുധം എടുത്ത് നേരിട്ട് ആണ് ഹമാസ് ശരിക്കും ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ട്രാപ്പുകളുണ്ട് വൈദ്യത്തെ. ഒന്നാമത്തെ കാര്യം, ദിസ് ഇസ് നോട്ട് ദ എൻഡ്, ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മിലിറ്ററി അഗ്രഷൻ ഇനി ഉണ്ടാവില്ല, മിലിറ്ററി ഇനി കടന്നു കയറരുത് എന്നൊക്കെ കരാറ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കടന്നു കയറാനുള്ള കാരണം ഇവരായിട്ടുണ്ടാക്കും. ഒക്ടോബർ 7 പോലുള്ള കിരാതമായ നടപടികൾ പലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും. അത് ഒരു കാരണമായെടുത്ത് തന്നെ ഇസ്രായേൽ കയറി തമ്മിൽ തല്ലി നശിപ്പിക്കുകയും ചെയ്യും. അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നൊരു സിനാരിയോ ഉണ്ടാവില്ല. അടുത്ത കാലത്തൊന്നും ഉണ്ടാവും എന്നെനിക്ക് പ്രതീക്ഷയില്ല. താല്പര്യമുണ്ട്, നടന്നു കണ്ടാൽ മതിയായിരുന്നു. സമാധാനം ഗസയിൽ പുലരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രതീക്ഷയില്ല.